എല്ലാവർക്കും സ്വാഗതം. +1 കെമിസ്ട്രി അറ്റോമിക് സ്ട്രക്ചർ എന്ന ചാപ്റ്ററിലെ 4ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ പഠിച്ചത് ആറ്റം മോഡലുകളെ പറ്റി മനസ്സിലാക്കി. അതായത് റുദർഫോർഡിന്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിലൂടെ പ്ലാനറ്ററി മോഡലും, ജെ തോംസന്റെ പ്ലം ആൻഡ് പുഡിംഗ് മോഡൽ, പിന്നെ ബോർ മോഡൽ പറഞ്ഞു. പിന്നെ അതിനുശേഷം വന്ന ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിലൂടെയും അതുപോലെ ഡുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ എന്ന ഡി ബ്രോഡിയുടെ കൺസെപ്റ്റിലൂടെയും ആറ്റത്തിന് മറ്റൊരു മോഡലിനെ പറ്റി പറയേണ്ട ആവശ്യം വന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പുതിയൊരു കൺസെപ്റ്റിലേക്ക് കാര്യങ്ങൾ വരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒരു ആറ്റത്തിനകത്ത് ഷെല്ല്, അതിനകത്ത് തന്നെ സബ്ഷെല്ലുകൾ, അതിനകത്ത് തന്നെ ഓർബിറ്റൽ എന്ന ക്രമത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതില് ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകളെ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ആ സ്ഥലങ്ങൾ ഓർബിറ്റൽ എന്ന പേരിൽ പറയണം. ഇനി ആ ഇലക്ട്രോൺസിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന 4 നമ്പറുകളുടെ കൂട്ടം നമ്മൾ മനസ്സിലാക്കി. അതിനെ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയണം. ഷെല്ലുകളെ പറ്റി മനസ്സിലാക്കാൻ കെയിലാണോ എല്ലിലാണോ എമ്മിലാണോ തിരിച്ചറിയാൻ വേണ്ടി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, എസിലാണോ പിയിലാണോ ഡിയിലാണോ എഫിലാണോ എന്ന സബ്ഷെല്ലുകളിലാണ് തിരിച്ചറിയാൻ വേണ്ടി അസീമുത്തൽ ക്വാണ്ടം നമ്പർ. ഇനി ഓരോ സബ്ഷെല്ലിനകത്ത് കാണുന്ന ഓർബിറ്റൽ ഏതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇനി എക്സാക്ട് ഇലക്ട്രോണിന്റെ സ്പിൻ ഏതാണ്, ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ തിരിച്ചറിയാൻ സ്പിൻ ക്വാണ്ടം നമ്പർ ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ ഇനി അതിന്റെ തുടർച്ചയായിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ കൈവശമുള്ള കുറെ ഓർബിറ്റൽസിനെ നമുക്ക് ഒന്നുകൂടെ ഓർമ്മിക്കാം. അതായത് നമ്മുടെ കൈവശം 1s 2s 2p എന്നൊക്കെ പറയുന്ന ഓർബിറ്റൽസ് ഉണ്ട്. 2s 2p 3s 3p 3d 4s 3d 4s 4p എന്നൊക്കെ പറയുന്ന ഓർബിറ്റലുകൾ നമ്മുടെ കൈവശമുണ്ട്. അപ്പൊ എങ്കിൽ 2 ഇലക്ട്രോൺ മാത്രം ഉണ്ടെങ്കിൽ അത് 1sനകത്ത് ഫില്ല് ചെയ്യുമോ അതോ 2sനകത്ത് ഫില്ല് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എനർജി കുറഞ്ഞിരിക്കുന്ന 1sൽ ഫില്ല് ചെയ്തതിനു ശേഷം മാത്രമേ എനർജി കൂടിയ 2sലേക്ക് ഇലക്ട്രോണുകൾക്ക് പോകാൻ പറ്റൂ. ഇനി 2sനാണോ 2pക്കാണോ എനർജി കുറവ് എന്ന് ചോദിച്ചാൽ അവിടെയും നമുക്ക് ഉത്തരവുണ്ട്. 2sനാണ് എനർജി കുറവ്, 2pയിൽ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ 2pയിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്ത് 3sലാണോ 3pയിലാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒക്കെ ഉത്തരവുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ് നമ്മൾ 5sലാണോ 4fയിലാണോ ഇലക്ട്രോൺ ആദ്യം ഫില്ല് ചെയ്യുക എന്നൊക്കെ പറയുന്ന സമയത്ത് ചില കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതായത് ചെറിയ ഓർബിറ്റൽസ് ആവുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇനി അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് 6sലാണോ 5pയിലാണോ ഇലക്ട്രോൺ ആദ്യം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ 6sനാണോ എനർജി കുറവ് 5pക്കാണോ എനർജി കുറവ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി നമ്മുടെ കൈവശം ഒരു റൂൾ ഉണ്ട്. ആ റൂൾ വേറൊന്നുമല്ല, N+L റൂൾസ് എന്നറിയപ്പെടുന്ന ചില റൂളുകൾ നമ്മുടെ കൈവശമുണ്ട്. ഓക്കെ, നമ്മുടെ പുതിയ പ്രോബ്ലം എന്ന് വെച്ചാൽ 1sലാണോ 2sലാണോ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷേ 5pയിലാണോ 4dയിലാണോ ആദ്യം ഫില്ല് ചെയ്യുക എന്നൊക്കെ പറയുന്ന സമയത്ത് ചില കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കൺഫ്യൂഷൻസ് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ കൈവശം N+L റൂൾസ് ഉണ്ട്. N എന്ന് വെച്ചാൽ നമുക്കറിയാം അത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും, L എന്ന് വെച്ചാൽ അസീമുത്തൽ ക്വാണ്ടം നമ്പറുമാണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ എങ്കിൽ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ 3pയിലാണോ 4sലാണോ ഇലക്ട്രോൺ ആദ്യം ഫില്ല് ചെയ്യുക എന്ന് ചോദിച്ചാൽ നമ്മുടെ കൈവശം 3pയുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ 3 ആണ്. അസീമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ p ആയതുകൊണ്ട് 1 ആണ്. സോ N+L വാല്യൂ 3+1 = 4 ആണ്. N+L വാല്യൂ. ഇനി 4sന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ 4 ആണ്. അസീമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ s ആയതുകൊണ്ട് 0 ആണ്. സോ N+L വാല്യൂ 4+0 = അവിടെയും 4 ആണ്. ഓക്കെ, അപ്പൊ എങ്കിൽ എന്താണ് N+L റൂൾസ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം 2 ഓർബിറ്റൽസിന്റെ N+L വാല്യൂ ഡിഫറെന്റ് ആണെങ്കിൽ N+L വാല്യൂ കുറഞ്ഞ ഓർബിറ്റൽ വേണം ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ. ഒരു ഉദാഹരണത്തിന് 2s ഉം 2p നമുക്ക് കമ്പയർ ചെയ്യാം. 2sന്റെ
n വാല്യൂ 2 ആണ്, l വാല്യൂ s ആയതുകൊണ്ട് 0 ആണ്. സോ n പ്ലസ് l വാല്യൂ 2 പ്ലസ് 0 ഈക്വൽ ടു 2 ആണ്. 2p നോക്കുന്ന സമയത്ത് അവിടുത്തെ n വാല്യൂ 2 ആണ്, l വാല്യൂ p ആയതുകൊണ്ട് l ഈക്വൽ ടു 1 ആണ്. സോ n പ്ലസ് l ഈക്വൽ ടു 3 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു n പ്ലസ് l റൂൾ എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് രണ്ട് ഓർബിറ്റൽസിന്റെ n പ്ലസ് l വാല്യൂ ഡിഫറെന്റ് ആണെങ്കിൽ n പ്ലസ് l വാല്യൂ കുറഞ്ഞ ഓർബിറ്റലിൽ വേണം ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ. അതായത് നേരത്തെ പറഞ്ഞതനുസരിച്ച് 2s ഫില്ല് ചെയ്തതിനു ശേഷം മാത്രമേ 2p ലോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ അത് ഒന്നാമത്തെ റൂളാണ്. പക്ഷെ ഇവിടുത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ രണ്ട് ഓർബിറ്റൽസിന്റെ n പ്ലസ് l വാല്യൂ സെയിം ആണ്. സെയിം ആയിട്ട് വന്നാൽ ആർക്കാണ് എനർജി കുറവെന്ന് ചോദിച്ചാൽ അവിടെ n വാല്യൂ സെയിം ആയിട്ട് വരുന്ന സമയത്ത് n വാല്യൂ കുറവുള്ള പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ കുറവുള്ള ഓർബിറ്റൽസിൽ വേണം ഇലക്ട്രോൺ ആദ്യം ഫില്ല് ചെയ്യാൻ എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട്. ഓക്കെ, അപ്പൊ എങ്കിൽ നമ്മുടെ പ്രോബ്ലം കമ്പാരിറ്റീവ്ലി ഈസി ആയി. അതായത് ഏത് ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ ഫില്ലിംഗ് ആദ്യം നടക്കുക, അല്ലെങ്കിൽ എനർജി കുറവുള്ള ഓർബിറ്റൽ ഏതാണ് എന്ന് നോക്കുന്ന സമയത്ത് അതിന്റെ n പ്ലസ് l വാല്യൂ പരിശോധിച്ചാൽ മതി. ആ n പ്ലസ് l വാല്യൂ നോക്കുന്ന സമയത്ത് n പ്ലസ് l വാല്യൂ ഡിഫറെന്റ് ആണെങ്കിൽ n പ്ലസ് l വാല്യൂ കുറഞ്ഞ ഓർബിറ്റലിൽ വേണം ഇലക്ട്രോൺ ആദ്യം ഫില്ല് ചെയ്യാൻ, കാരണം അതിനാണ് എനർജി കുറവ്. ഇനി n പ്ലസ് l വാല്യൂ സെയിം ആയിട്ട് വന്നാൽ അവിടെ n വാല്യൂ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ കുറഞ്ഞ ഓർബിറ്റലിൽ വേണം ഇലക്ട്രോൺ ഫില്ല് ചെയ്യാനെന്ന് ഓർക്കുക. ഈ രണ്ട് റൂൾസും കൂടെ ചേർത്തിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാറുണ്ട് n പ്ലസ് l എന്ന് പറയുന്നതിന് പകരം എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ വേണം ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു റൂളായിട്ട് പറയും. സോ എനർജിയുടെ ഇൻക്രീസിംഗ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് അഫ്ബ പ്രിൻസിപ്പിൾ എന്ന് പറയാറുണ്ട്. അഫ്ബ എന്ന് വെച്ചാൽ വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡർ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ബിൽഡിംഗ് അപ്പ് എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അഫ്ബ എന്ന് പറയണം. ഓക്കെ, അപ്പൊ എങ്കിലും നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്നത് അഫ്ബ പ്രിൻസിപ്പിൾ ആണ്. അഫ്ബ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ വ്യത്യസ്ത എനർജിയുള്ള ഓർബിറ്റൽസിലെ ഇലക്ട്രോൺ ഫില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റൂളാണ് അഫ്ബ പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത്. എന്താണ് അഫ്ബ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ പറയണം ഓർബിറ്റൽസിന്റെ എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ വേണം ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് അഫ്ബ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി അഫ്ബ പ്രിൻസിപ്പിൾ ബേസ് ചെയ്യുന്നത് n പ്ലസ് l റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ്. n പ്ലസ് l റൂൾസ് രണ്ടെണ്ണം ഉണ്ട്. സോ അതിൽ ഒന്നാമത്തെ റൂൾ അനുസരിച്ച് രണ്ട് ഓർബിറ്റൽസിന്റെ n പ്ലസ് l വാല്യൂ ഡിഫറെന്റ് ആണെങ്കിൽ n പ്ലസ് l വാല്യൂ കുറഞ്ഞ ഓർബിറ്റലിൽ വേണം ഇലക്ട്രോൺ ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. രണ്ടാമത്തെ റൂൾ n പ്ലസ് l വാല്യൂ സെയിം ആണെങ്കിൽ n വാല്യൂ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ കുറഞ്ഞ ഓർബിറ്റലിൽ വേണം ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, വേറൊരു എക്സാമ്പിൾ ചോദിച്ചാൽ ിലാണോ 5p ഇലക്ട്രോൺ ആദ്യം ഫില്ല് ചെയ്യുക എന്ന് ചോദിച്ചാൽ നിങ്ങളോട് ചെയ്യേണ്ടത് ആദ്യം ഓരോ ഓർബിറ്റലിന്റെ n വാല്യൂ 6sന്റെ n വാല്യൂ ഈ നമ്പറാണ് 6, l s ആയതുകൊണ്ട് 0, n പ്ലസ് l വാല്യൂ 6 പ്ലസ് 0 ഈക്വൽ ടു 6, 5p പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 5, അസിംപ്റ്റോട്ടിക് ക്വാണ്ടം നമ്പർ p ആയതുകൊണ്ട് 1, സോ 5 പ്ലസ് 1 ഈക്വൽ ടു 6 ആണ്. അപ്പൊ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റൂൾ ഈ രണ്ടാമത്തെ റൂളാണ്. രണ്ട് ഓർബിറ്റൽസിന്റെ n പ്ലസ് l വാല്യൂ സെയിം ആയിട്ട് വന്നാൽ n വാല്യൂ കുറവുള്ള 5p ഫില്ല് ചെയ്തതിനു ശേഷം മാത്രമേ 6s ഇലക്ട്രോൺ പോകാവൂ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ശരി. അപ്പൊ ഇങ്ങനെ ഓർബിറ്റൽസിന്റെ എനർജിയുടെ ക്രമം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും എനർജി കുറഞ്ഞ ആള് 1s, അത് കഴിഞ്ഞ് 2s, അത് കഴിഞ്ഞ് 2p, അത് കഴിഞ്ഞ് 3s, അത് കഴിഞ്ഞ് 3p, അത് കഴിഞ്ഞ് 4s, അത് കഴിഞ്ഞ് 3d. ഈ ക്രമത്തിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ എങ്കിൽ ബോറോൺ അറ്റോമിക് നമ്പർ 5 ഇതിനകത്ത് ഇലക്ട്രോൺ എഴുതാൻ പറഞ്ഞാൽ നമുക്കറിയാം s ഓർബിറ്റിലാണെങ്കിൽ മാക്സിമം 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. അത് 1s ആയാലും 2s ആയാലും 3s ആയാലും ഒക്കെ തന്നെ. p ആവുന്ന സമയത്ത് മാക്സിമം 6 ഇലക്ട്രോൺസ് കൊള്ളും. അത് 2p ആയാലും 3p ആയാലും ഒക്കെ തന്നെ മാക്സിമം 6 ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ബോറോൺ അറ്റോമിക് നമ്പർ 5 ആദ്യം 1sനകത്ത് s ആയതുകൊണ്ട് 2 കൊടുക്കാം. സോ ബാക്കി 3 ഇലക്ട്രോൺ ഉണ്ട്, അത് 2s കൊടുത്തു നോക്കാം. 2s മാക്സിമം 2 പറ്റുള്ളൂ, 2. ബാക്കി ഒരു ഇലക്ട്രോൺ ഉണ്ട്, അത് 2p ലേക്ക് പോകണം, 2p1. സോ ബോറോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റെഡി ആയിട്ടുണ്ട്, 1s2, 2s2, 2p1. കാർബൺ അറ്റോമിക് നമ്പർ 6 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ്ഷെൽ 1s2, 2s2, 2p2. ഓക്കെ,
അടുത്ത സോഡിയം ഏറ്റവും നമ്പർ 11 1s2 2s2 ബാക്കി 6 4 ബാക്കി 7 ഉണ്ട് 2p മാക്സിമം 6 പോകുള്ളൂ 2p6 ബാക്കിയുള്ള 3s1. അപ്പൊ ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ കഴിയും അപ്പ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ട്. പിന്നെ നിങ്ങൾ സ്റ്റഡി ക്ലാസ്സിലും കേട്ടിട്ടുണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ സമയത്ത് ചില ആൾക്കാരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ പ്രത്യേകതയുണ്ട്. അതിലൊന്ന് ക്രോമിയം അറ്റം നമ്പർ 24 1s2 2s2 2p6 3s2 3p6 and 4 10 12 18 ഇത്രയും എഴുതുന്ന പകരം ആർഗണെന്ന് എഴുതാൻ കഴിയും. ബാക്കിയുള്ള 18 ബാക്കി 6 ഇലക്ട്രോൺ 4s-ലേക്ക് 2 3d4 എന്ന് ആദ്യം തോന്നും. പക്ഷെ അവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഡി ഓർബിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽ ഡി സബ്ഷനിൽ മാക്സിമം 10 ഇലക്ട്രോൺ കൊള്ളാൻ പറ്റുള്ളൂ. ഡി സബ്ഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. ഡി സബ്ഷനിൽ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ അതായത് D5 വന്നാലും D10 വന്നാലും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിലും ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഇലക്ട്രോൺ കോൺഫിഗറേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പൊ D5 വന്നാലും ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി വന്നാലും കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റലിന്റെ സ്റ്റെബിലിറ്റി വന്നാലും അതിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പൊ ആ സമയങ്ങളിൽ നമ്മൾ ആ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതണം. സോ ഇവിടെ D4 എന്നുള്ളത് ഇവിടെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് D5 എന്ന രീതിയിൽ എഴുതണം. സോ ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ഒന്നുകിൽ 1s2 2s2 2p6 3s2 3p6 4s1 3d5 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇത്രയ്ക്ക് പകരം നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ ആയ ആർഗൺ എന്ന് എഴുതിയിട്ട് ബാക്കി 4s1 3d5 എന്ന് എഴുതാം. അതിന്റെ റീസൺ ചോദിച്ചാൽ പറയണം. ഡി സബ്ഷനെ സംബന്ധിച്ചിടത്തോളം ഡി സബ്ഷൻ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിലും ഹാഫ് ഫിൽഡ് ആണെങ്കിലും ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. ഹാഫ് ഫിൽഡ് ആണെങ്കിൽ അതിനെ നമ്മൾ D5 സ്റ്റെബിലിറ്റി എന്നും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ അതിന് D10 സ്റ്റെബിലിറ്റി എന്നും പറയാറുണ്ട്. അടുത്ത കോപ്പറിന്റെ പ്രത്യേകത അറ്റം നമ്പർ 29 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s2 3d9 അല്ല, പകരം 4s1 3d10 ആണ്. അല്ലെങ്കിൽ ആർഗൺ 4s1 3d10 എന്ന് എഴുതണം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡി സബ്ഷനിന് നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ്ഷനിലെ സ്റ്റെബിലിറ്റിയെ പറ്റി സംസാരിക്കണം. ഓക്കെ, ശരി. അപ്പോൾ എങ്കിൽ ഇതുവരെ സംസാരിച്ച കാര്യം എന്താണ്? അതായത് നമ്മുടെ ഹെഡിങ് എന്ന് വെച്ചാൽ അബ്ബ പ്രിൻസിപ്പിൾ ആണ്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം. ഓക്കെ, ഇനി ഈ എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗമാണ് N+L റൂൾസ്. ഓക്കെ, ഈ N+L റൂൾസ് രണ്ടെണ്ണം ഉണ്ട്. അതിൽ ഒന്നാമത്തെ റൂൾ അനുസരിച്ച് ഇഫ് ടു ഓർബിറ്റൽസ് പൊസസ് ഡിഫറെന്റ് N+L വാല്യൂസ് ഇലക്ട്രോൺ ഫില്ലിംഗ് ടേക്സ് പ്ലേസ് ഇൻ ദ ഓർബിറ്റൽ വിത്ത് ലോവർ N+L വാല്യൂ. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ റൂള് ഇഫ് ടു ഓർബിറ്റൽസ് പൊസസ് സെയിം N+L വാല്യൂ ഇലക്ട്രോൺ ഫില്ലിംഗ് ടേക്സ് പ്ലേസ് ഇൻ ദ ഓർബിറ്റൽ വിത്ത് ലോവർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ N വാല്യൂ എന്ന് പറയണം. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു, സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു. പിന്നെ അതിനകത്ത് പ്രത്യേകതയുള്ള രണ്ടാൾക്കാരെ പറ്റി പറഞ്ഞു. അതിനകത്ത് ക്രോമിയവും കോപ്പറും പ്രത്യേകതയുള്ള ആൾക്കാരാണ്. ക്രോമിയത്തിന് ഇങ്ങനെ എഴുതാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ പറയണം ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസിന്റെ സ്റ്റെബിലിറ്റിയാണ്. കോപ്പറിനാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ കാരണം അവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റലിന്റെ സ്റ്റെബിലിറ്റി ആണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ അപ്പ പ്രിൻസിപ്പിളിന്റെ കൺസെപ്റ്റ് ഇത്രയാണ് പറയേണ്ടത്. ഇനി അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാം. നൈട്രജൻ അറ്റം നമ്പർ 7 സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p3 1s എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഓർബിറ്റലേ ഉള്ളൂ. 2s ഒരു ഓർബിറ്റലേ ഉള്ളൂ. 2p-ലാണെങ്കിൽ പക്ഷേ 3 ഓർബിറ്റൽ ഉണ്ട്. ആദ്യത്തെ 2px 2py 2pz. ഓക്കെ, 1s 2 ഇലക്ട്രോൺ, ഒന്ന് ക്ലോക്ക് വൈസ് സ്പിന്നും മറ്റൊന്ന് ആന്റി ക്ലോക്ക് വൈസ് സ്പിന്നും. 2s 2 ഇലക്ട്രോൺ, ഒന്ന് ക്ലോക്ക് വൈസ് ഒന്ന് ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ഈ 2p-യിലെ 3 ഇലക്ട്രോൺ, അതിൽ ഒരു മാർഗം എഴുതാൻ ഇതിലൊന്ന് ഇതിലൊന്ന് ഇതിലൊന്ന്. മറ്റൊരു പോസിബിലിറ്റി
ഇതിൽ രണ്ടെണ്ണം, ഇതിലൊന്ന്. 2p3 എന്നുള്ള കേസ് രണ്ട് രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതിലൊരു മാർഗം 2px1, 2px1, 2py1, 2pz1. രണ്ടാമതൊരു മാർഗം 2px2, 2py1, 2pz0. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പുതിയ പ്രോബ്ലം അവിടെ വന്നിട്ടുണ്ട്. ഇതിലേതാണ് ശരിയായ മാർഗം എന്ന് ചോദിച്ചാൽ, അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു കൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രോബ്ലം എന്താണ്, ശരിയായ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആ ഓർബിറ്റലിന്റെ പ്രത്യേകത നോക്കാം. 2px, 2py, 2pz. 2px ന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ 2, 2px ന്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ 1 p ആയതുകൊണ്ട്, 2py യുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ 2, py ആയതുകൊണ്ട് അല്ലെങ്കിൽ p ഓർബിറ്റൽ ആയതുകൊണ്ട് അസിമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ 1, 2pz ന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും 2, p ആയതുകൊണ്ട് അസിമുത്തൽ ക്വാണ്ടം നമ്പർ 1. ഓക്കെ, n+l പരിശോധിച്ചാൽ 2 + 1 3, 2 + 1 3, 2 + 1 3. അപ്പോൾ 2px എന്ന ഓർബിറ്റലിലും 2py എന്ന ഓർബിറ്റലിലും 2pz എന്ന ഓർബിറ്റലിലും n+l വാല്യൂ സെയിം ആണ്. അപ്പോൾ n+l വാല്യൂ സെയിം ആയിട്ട് വന്നാൽ n വാല്യൂ കുറഞ്ഞതിൽ ഫില്ല് ചെയ്യണം. അപ്പൊ അത് നോക്കുന്ന സമയത്ത് ഇവിടെ n വാല്യൂ നോക്കുന്ന സമയത്ത് n ന്റെ വാല്യൂ സെയിം ആണ്. അപ്പൊ ഇങ്ങനെ n+l വാല്യൂവും n വാല്യൂവും സെയിം ആയിട്ട് വരുന്ന ഓർബിറ്റലിനെ നമ്മൾ പറയാറുണ്ട് ഒരു വാക്ക് ഉപയോഗിച്ച് ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഓർബിറ്റൽസ് വിത്ത് സെയിം എനർജി എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ എങ്കിൽ പുതിയ കൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. വ്യത്യസ്ത എനർജിയുള്ള ഓർബിറ്റൽസിന്റെ ഇലക്ട്രോൺ ഫില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റൂള് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അഫ്ബാർ പ്രിൻസിപ്പിൾ. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആയ 2px, 2py, 2pz ഇത്രയും ആൾക്കാരിലെ ഇലക്ട്രോൺ ഫില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഓർമ്മിക്കേണ്ടത്. അപ്പൊ എങ്കിൽ ഡീജനറേറ്റ് ഓർബിറ്റൽസിലെ ഇലക്ട്രോൺ ഫില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റൂള് അറിയപ്പെടുന്ന പേര് മാക്സിമം മൾട്ടിപ്ലിസിറ്റി വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം എന്നാണ് റൂൾ പറയുന്നത്. ആ റൂൾ പ്രശസ്തമായ ഹൺസ് റൂളാണ്. ഓക്കെ, അപ്പൊ ആ റൂൾ അനുസരിച്ച് ഒരേ എനർജിയുള്ള ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന സമയത്ത് ആ ഓർബിറ്റൽസ് ഹാഫ് ഫിൽ ആയതിനു ശേഷം മാത്രമേ പെയറിംഗ് നടത്താൻ കഴിയുള്ളൂ. ഓക്കെ, പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ ആണെങ്കിൽ നമ്മൾ ഒരേ എനർജിയുള്ള 2px, 2py, 2pz ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരേ എനർജിയുള്ള ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡീജനറേറ്റ് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓരോ ഓർബിറ്റൽസും ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ആയി മാറിയതിനു ശേഷം അല്ലെങ്കിൽ സിംഗിളി ഒക്യുപ്പൈഡ് ആയി മാറിയതിനു ശേഷം മാത്രമേ പെയർ ചെയ്യാവൂ. ഓക്കെ, ഇവിടെ 3 ഓർബിറ്റൽസിൽ നോക്കുന്ന സമയത്ത് ഈ ഓർബിറ്റലിനകത്ത് ഒരു ഇലക്ട്രോൺ വരുന്നതിന് മുമ്പ് പെയർ ചെയ്തു. അത് തെറ്റാണ്, അങ്ങനെ വരാൻ പാടില്ല. ഓരോ ഓർബിറ്റൽസിലും ഹാഫ് ഫിൽഡ് ആയതിനു ശേഷം മാത്രമേ പെയറിംഗ് സംഭവിക്കാൻ പാടുള്ളൂ. അപ്പൊ അതനുസരിച്ച് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഇവിടെ ഹാഫ് ഫിൽഡ് ഓർബിറ്റലായി മാറുന്നുണ്ട്. അതിനുശേഷമേ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ പെയറിംഗ് നടത്താൻ പാടുള്ളൂ എന്നാണ് കൺസെപ്റ്റ് പറയുന്നത്. സോ ശരിയായ കോൺഫിഗറേഷൻ ഇതാണ്. ഇവിടെ ഈ ഓർബിറ്റലിലും ഹാഫ് ഫിൽഡ് ആവുന്നതിന് മുമ്പ് തന്നെ പെയർ ചെയ്താണ് എഴുതിയിരിക്കുന്നത്. സോ അത് ശരിയായ മാർഗം അല്ല എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ എങ്കിൽ ചോദിച്ചു നോക്കാം, ഒരേ എനർജിയുള്ള ഓർബിറ്റൽസിന്റെ ഇലക്ട്രോൺ ഫില്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡീജനറേറ്റ് ഓർബിറ്റൽസിന്റെ ഇലക്ട്രോൺ ഫില്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട റൂൾ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഇനി വ്യത്യസ്ത എനർജിയുള്ള ഓർബിറ്റൽസിന്റെ ഇലക്ട്രോൺ ഫില്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട റൂൾ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അത് അഫ്ബാർ പ്രിൻസിപ്പിൾ എന്ന് പറയണം. ഓക്കെ, ഇനി ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഡീജനറേറ്റ് ഓർബിറ്റൽസ് takes place only after degenerate orbitals are half filled അല്ലെങ്കിൽ singly occupied. അതായത് ഡീജനറേറ്റ് ഓർബിറ്റൽസിന് ഒരേ എനർജിയുള്ള 2px, 2py, 2pz പോലുള്ള ഓർബിറ്റൽസിൽ പെയറിംഗ് നടത്തണമെങ്കിൽ അവിടെ ഓരോ ഓർബിറ്റൽസും ഹാഫ് ഫിൽഡ് ആയതിനു ശേഷം മാത്രമേ അല്ലെങ്കിൽ സിംഗിളി ഓക്യുപ്പൈഡ് ആയതിനു ശേഷം മാത്രമേ പെയറിംഗ് നടത്താവൂ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ എങ്കിൽ ഹൺസ് റൂൾ അനുസരിച്ച് ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ആവശ്യപ്പെട്ടാൽ നമുക്കറിയാം 1s2, 2s2, 2p4 ആണ്. സോ ഹൺസ് റൂൾ അനുസരിച്ച് എഴുതാൻ പറഞ്ഞാൽ ഇവിടെ 2px, 2py, 2pz, 1s2, 2s2 ഈ 4 എഴുതുന്നത് 1, 2, 3 ശേഷം മാത്രമേ പെയർ ചെയ്യാവൂ. അപ്പോൾ ഹൺസ് റൂൾ അനുസരിച്ച് ഓക്സിജന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്.
1s2 2s2 2px2 2py1 2pz1 എന്ന് പറയാം. ഹൺസ് റൂൾ അനുസരിച്ച് ഫ്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ടോപ്പിക് നമ്പർ 9 1s 2s 2px 2py 2pz 9 ആണ് 2 2 4 പോയി ബാക്കി 5 എണ്ണം ഉണ്ട്. 5 എണ്ണം ഉള്ള സമയത്ത് ഇവിടെ ഒന്ന് കൊടുത്തതിന് ശേഷം മാത്രമേ പെയർ ചെയ്യാവൂ 2 2. സോ ഹൺസ് റൂൾ അനുസരിച്ച് ഫ്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2px2 2py2 2pz1 എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഓർമ്മിക്കാം. നമ്മൾ ഇന്ന് പഠിച്ച 2 റൂൾസ് ആണ്. ആദ്യം പഠിച്ചത് വ്യത്യസ്ത എനർജിയുള്ള ഓർബിറ്റൽസിന്റെ ഇലക്ട്രോൺ ഫില്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട അഫ്ബാ പ്രിൻസിപ്പിൾ. എന്താണെന്ന് ചോദിച്ചാൽ എനർജിയുടെ ബിൽഡിംഗ് എന്ന അർത്ഥത്തിൽ എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം. അതിനെ ബേസ് ചെയ്യുന്നത് n+l റൂൾസ് ആണ്. അത് 2 എണ്ണം. 2 ഓർബിറ്റൽസിന്റെ n+l വാല്യൂ ഡിഫറന്റ് ആണെങ്കിൽ n+l വാല്യൂ കുറഞ്ഞ ഓർബിറ്റലിൽ ഫില്ല് ചെയ്യുക. ഇനി n+l വാല്യൂ സെയിം ആണെങ്കിൽ n വാല്യൂ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ കുറഞ്ഞതിൽ ഫില്ല് ചെയ്യുക. അതനുസരിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയാം, സഫിഷ്യന്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയാം. ഇനി അതിനുശേഷം നമ്മൾ ക്രോമിയത്തിന്റെ കോപ്പറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അവിടെ പ്രത്യേകതകളുണ്ട്. ക്രോമിയത്തിനാണെങ്കിൽ അവിടെ ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റലിന്റെ സ്റ്റെബിലിറ്റി ആണ്, അല്ലെങ്കിൽ d5 സ്റ്റെബിലിറ്റി ആണ്. കോപ്പറിനാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസിന്റെ സ്റ്റെബിലിറ്റി ആണ്. ഇനി അടുത്ത് പറഞ്ഞത് ഒരേ എനർജി ഉള്ള അല്ലെങ്കിൽ ഡീജനറേറ്റ് ആയിട്ടുള്ള ഓർബിറ്റൽസിന്റെ ഇലക്ട്രോൺ ഫില്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട റൂൾ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ആണ്. അതനുസരിച്ച് പെയറിംഗ് നടത്തണമെങ്കിൽ ഡീജനറേറ്റ് ഓർബിറ്റലിൽ പെയറിംഗ് നടത്തണമെങ്കിൽ ഓരോ ഡീജനറേറ്റ് ഓർബിറ്റലും ഹാഫ് ഫിൽഡ് ആയിരിക്കണമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ 2 റൂൾസ് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇനി ഒരു റൂളും കൂടെ ഉണ്ട്. അത് മനസ്സിലാക്കാൻ ചെറിയൊരു എക്സാമ്പിൾ. ഹീലിയം അറ്റോമിക് നമ്പർ 2 സഫിഷ്യന്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2. അതായത് 1s എന്ന ഓർബിറ്റലിന് 2 ഇലക്ട്രോൺ 1 2. അപ്പൊ എങ്കിൽ 1sലെ ഫസ്റ്റ് ഇലക്ട്രോൺ ഇയാളുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ 1, അസിംപ്റ്റൽ ക്വാണ്ടം നമ്പർ വാല്യൂ s ആയതുകൊണ്ട് 0, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ l ന്റെ വാല്യൂ 0 ആണെങ്കിൽ m ന്റെ വാല്യൂ 0, സ്പിൻ ക്വാണ്ടം നമ്പർ വാല്യൂ ക്ലോക്ക്വൈസ് സ്പിൻ ആണ്, സോ +1/2. ഈ 1sലെ രണ്ടാമത്തെ ഇലക്ട്രോൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ 1, s ആയതുകൊണ്ട് അസിംപ്റ്റൽ ക്വാണ്ടം നമ്പർ വാല്യൂ 0, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും s ആയതുകൊണ്ട് 0, പക്ഷേ സ്പിൻ ആന്റി ക്ലോക്ക്വൈസ് ആണ്, -1/2. അപ്പൊ ഇതിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു ആറ്റത്തിലെ 2 ഇലക്ട്രോണുകൾക്ക് 3 ക്വാണ്ടം നമ്പർ വേണമെങ്കിൽ ഒരുപോലെ വരാം, പക്ഷേ 4 ക്വാണ്ടം നമ്പറും ഒരുപോലെ ഒരിക്കലും വരില്ല. അതിൽ ഒരുപോലെ വന്നാൽ ഒരാൾ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടണം. സോ എക്സ്ക്ലൂഷൻ ആണ്. അപ്പൊ എങ്കിൽ ആ റൂൾ അറിയപ്പെടുന്നത് പൗളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്നാണ്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് ഒരാറ്റത്തിലെ 2 ഇലക്ട്രോണിന് 4 ക്വാണ്ടം നമ്പർ, നമുക്ക് നേരത്തെ അറിയുന്ന കൺസെപ്റ്റ് ആണ്. ക്വാണ്ടം നമ്പർ എന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ ഐഡന്റിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരാറ്റത്തിലെ 2 ഇലക്ട്രോണിന് വേണമെങ്കിൽ 3 ക്വാണ്ടം നമ്പർ ഒരുപോലെ വരാം, പക്ഷേ 4 ക്വാണ്ടം നമ്പറും ഒരുപോലെ വരില്ല എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് പൗളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എങ്കിൽ നമ്മൾ ഇന്ന് പഠിച്ച 3 പ്രിൻസിപ്പിൾ ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷനായിട്ട് ബന്ധപ്പെട്ട 3 പ്രിൻസിപ്പിൾ ഉണ്ട്. ഒന്നാമത്തത് അഫ്ബാ പ്രിൻസിപ്പിൾ, അത് n+l റൂൾസിനെ ബേസ് ചെയ്യുന്നു. രണ്ടാമത്തത് ഹൺസ് റൂൾ, അത് ഡീജനറേറ്റ് ഓർബിറ്റൽ ഇലക്ട്രോൺ ഫില്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി മൂന്നാമത്തത് പൗളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അത് എന്താണെന്ന് ചോദിച്ചാൽ ഒരാറ്റത്തിലെ 2 ഇലക്ട്രോണിന് 4 ക്വാണ്ടം നമ്പേഴ്സും ഒരുപോലെ ഒരിക്കലും വരില്ല എന്ന് പറയണം. അങ്ങനെ വന്നാൽ 4 ഒരുപോലെ വന്നാൽ അത് ഒരെണ്ണം പുറത്താവണം, എക്സ്ക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണെന്ന് ഓർമ്മിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതാൻ പരീക്ഷയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. സഫിഷ്യന്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ ചോദിക്കാം, പ്രിൻസിപ്പിൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ അതുപോലെ ഹൺസ് റൂൾ അനുസരിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റും ഒക്കെ ഇതിനകത്ത് ചോദിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ നല്ലവണ്ണം പഠിക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.